ദൈവീകമായ കനി ലഭിച്ചതിൽ ഭർതൃഹരി ഏറെ സന്തോഷിച്ചു. പത്നിയായ മോഹനയുടെ സമീപം അദ്ദേഹം എത്തി അവൾക്ക് സമ്മാനിച്ചു. കനി ഭക്ഷിക്കുന്നവർക്ക് നിത്യയൗവനം ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്ഞി അത് സ്വീകരിച്ച് ഭദ്രമായി സൂക്ഷിച്ചു. പക്ഷേ രാജ്ഞിക്ക് ഒരു ജാരൻ ഉണ്ടായിരുന്നു. അവനെപ്പറ്റി റാണി ചിന്തിച്ചു. അവനെ വിളിച്ചു വരുത്തി ഈ കനി രാജ്ഞി അവന് സമ്മാനിക്കുന്നു. ഈ കനി തനിക്കെന്തിന് അയാൾ ചിന്തിച്ചു. തൻ്റെ മറ്റൊരു രഹസ്യ കാമുകിക്ക് ഈ കനി നൽകുവാൻ അവൻ തീരുമാനിക്കുന്നു. വഴിമധ്യേ കൊട്ടാരത്തിലെ ഒരു പരിചാരികയെ അവൻ കണ്ടുമുട്ടി. തൻ്റെ കാമുകിക്ക് ഈ കനി നൽകുവാൻ പറഞ്ഞ് പരിചാരികയെ അത് ഏൽപ്പിക്കുന്നു. അങ്ങനെ പരിചാരിക തൻ്റെ വട്ടിയിൽ ഈ കനിയും വെച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ പരിസരത്തുകൂടി നടന്നുപോയി. താൻ രാജ്ഞിക്ക് സമ്മാനിച്ച കനിയോട് വളരെ സാമ്യമുള്ള കനി പരിചാരികയുടെ വട്ടിയിൽ ഇരിക്കുന്നത് രാജാവ് കാണുന്നു. രാജാവ് പരിചാരികയെ തൻ്റെ അടുത്ത് ഹാജരാക്കുവാൻ കൽപ്പിക്കുന്നു. രാജാവ് പരിചാരികയോട് ചോദിച്ചു, ഈ കനി ആരാണ് നിനക്ക് നൽകിയത്? പരിചാരിക എല്ലാ സത്യങ്ങളും രാജാവിനോട് തുറന്നു പറഞ്ഞു. കാര്യത്തിൻ്റെ ഗൗരവം രാജാവിന് മനസ്സിലായി. തൻ്റെ പ്രിയ പത്നിക്ക് നൽകിയ കനി കുതിരക്കാരൻ്റെ കൈകളിൽ എത്തുക ഭർതൃഹരിക്ക് എല്ലാം മനസ്സിലായി. തൻ്റെ പത്നി ഇത്തരക്കാരിയായിരുന്നുവോ? അങ്ങനെ ഭർതൃഹരി ചില തീരുമാനത്തിലെത്തിച്ചേർന്നു. അയാൾ തൻ്റെ പത്നിമാരെയെല്ലാം വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ മറ്റു പുരുഷന്മാരെ സ്വീകരിച്ച് ജീവിച്ചു കൊള്ളുക. എല്ലാവർക്കും ആവശ്യത്തിനുള്ള ധനങ്ങളും നൽകുകയും ചെയ്തു. പിന്നീട് പുറത്തു പോകണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ഇനി ഒരു നിമിഷം പോലും സ്ത്രീവർഗത്തെ വിശ്വസിക്കുകയില്ലെന്നും ലൗകിക ജീവിതം ഇവിടെ ഉപേക്ഷിക്കുകയാണെന്നും ഭർതൃഹരി തീരുമാനിക്കുന്നു. പിന്നീട് അദ്ദേഹം ഘോരമായ തപസ്സിനായി വനത്തിലേക്ക് പോവുകയും ചെയ്തു. ഭർതൃഹരി വനവാസത്തിന് പോയ ശേഷം വിക്രമാദിത്യൻ രാജ്യഭരണം ഏറ്റെടുത്തു. തൻ്റെ സഹോദരനും അതിബുദ്ധിമാനുമായ ഭട്ടിയെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. രാജ്യമങ്ങനെ ക്രമേണ അഭിവൃദ്ധി പ്രാപിച്ചു. എവിടെയും നീതിയും ധർമ്മവും കളിയാടി. എങ്കിലും ചെറിയൊരു രാജ്യത്തിൻ്റെ രാജാവായിരിക്കുക എന്നത് വിക്രമാദിത്യന് തൃപ്തിയായില്ല. തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായി. തൻ്റെ മന്ത്രിയായ ഭട്ടിയുമായി അദ്ദേഹം ഇതേപ്പറ്റി ആലോചിക്കുകയും ചെയ്തു. ഭട്ടിയും വിക്രമാദിത്യൻ്റെ ഈ അഭിപ്രായത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ അയൽ രാജ്യങ്ങളെയൊക്കെ കീഴടക്കി തൻ്റെ സാമ്രാജ്യം വർദ്ധിപ്പിക്കുവാൻ വിക്രമാദിത്യ മഹാരാജാവ് തീരുമാനിക്കുന്നു. അതുമാത്രമല്ല, തലസ്ഥാനം വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും വിക്രമാദിത്യ മഹാരാജാവ് തീരുമാനിക്കുന്നു. ഭട്ടിയെ ഈ ചുമതല അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു. ഭട്ടി ഇത് കേട്ട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹപ്രകാരം തലസ്ഥാനം സ്ഥാപിക്കുന്നതിനായി അത്യന്തം മനോഹരമായൊരു സ്ഥലം ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. ഹരിത ഭംഗിയുള്ള ഒരു സ്ഥലം ഉടൻ തന്നെ കണ്ടെത്തണം. ഭരണകാര്യാലയങ്ങൾ നിർമ്മിക്കുവാനും ജനവാസത്തിനുമൊക്കെ അനുയോജ്യമായിരിക്കണം ആ സ്ഥലം. പുൽമേടുകളും ശുദ്ധജല തടാകങ്ങളും അരുവികളുമൊക്കെ ആ മനോഹരമായ ഭൂതലത്തെ അലങ്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിക്രമാദിത്യൻ പറഞ്ഞു നിർത്തി. ഭട്ടി പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം എത്രയും ഉചിതമാണ്. അനുയോജ്യമായ ഒരു ഭൂപ്രദേശം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ പരിശ്രമം. ഭട്ടി ആവേശത്തോടെ പറഞ്ഞു നിർത്തി. അത്തരമൊരു സ്ഥലം കണ്ടെത്തുവാൻ വേണ്ടി ഭട്ടി അലഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരു മലയുടെ താഴ്വാരത്തിൽ ഗുണവതി നദീതീരത്തുള്ള വിശാലമായ പ്രദേശം വിക്രമാദിത്യൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥലമായി ഭട്ടിക്ക് തോന്നിയത്. ആ സ്ഥലത്ത് കുറേ ദിവസം അദ്ദേഹം താമസിച്ച് സ്ഥലം മുഴുവൻ വിശദമായി അദ്ദേഹം പരിശോധിക്കുകയും ചെയ്യുന്നു. നദീതീരത്തുകൂടി കാണപ്പെട്ട ഒരു നടപ്പാത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെവിടെയാണ് അവസാനിക്കുന്നതെന്ന് അറിയുവാൻ ആ പാതയിലൂടെ ഭട്ടി നടക്കുന്നു. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ആ പാത ഒരു കാളിക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആ ക്ഷേത്രത്തിന് സമീപം ഒരു ശിലാസ്തംഭം ഭട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലെന്തോ അവ്യക്തമായി എഴുതിയിട്ടുണ്ടെന്ന് ഭട്ടി മനസ്സിലാക്കുന്നു. ജലമൊഴിച്ച് ആ ശില ഭട്ടി കഴുകി വൃത്തിയാക്കി. ആ ശിലയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്ഷേത്രക്കുളത്തിൻ്റെ കരയിലുള്ള വൃക്ഷത്തിൽ വൃത്താകാരമായി 7 ഉറികൾ തൂക്കിയിട്ടിട്ടുണ്ട്. നേരെ താഴത്ത് ജലത്തിൽ ഒരു ശൂലം നാട്ടിയിരിക്കുന്നു. തല കീഴായി തൂങ്ങിക്കിടന്ന് ആടിയാടി 7 ഉറികളും ഒറ്റവെട്ടിന് മുറിച്ച് ശൂലത്തിൻ്റെ മുനയിൽ ശിരസ് മുട്ടിക്കുന്ന ആളിൻ്റെ മുന്നിൽ ദേവി പ്രത്യക്ഷയായി അനുഗ്രഹം ചൊരിയുന്നതാണ്. ഈ ലിഖിതം വായിച്ച് ഭട്ടി അത്ഭുത സ്തബ്ധനായി നിന്നുപോയി. ഭട്ടി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഉടൻ മടങ്ങിയെത്തി. അങ്ങനെ രാജാവിനെ കണ്ട് തൻ്റെ യാത്രയിൽ കണ്ടെത്തിയ സംഭവങ്ങളെല്ലാം വിശദമായി ഭട്ടി വിവരിച്ചു കൊടുക്കുന്നു. വിക്രമാദിത്യ രാജാവ് ആ സ്ഥലം കാണുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പരിവാരസമേതം വിക്രമാദിത്യനും ഭട്ടിയും ഭട്ടി പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തുന്നു. ക്ഷേത്ര പരിസരത്തെത്തിയ വിക്രമാദിത്യ രാജാവ് ഏറെ ആഹ്ലാദിച്ചു. എത്ര മനോഹരമായ സ്ഥലം! ഒപ്പം ഭട്ടി പറഞ്ഞ ശിലാലിഖിതവും പരിശോധിക്കുന്നു. രാജാവിന് മറ്റൊരു സംശയം: ആഴമേറിയ ജലത്തിൽ ഒരു താങ്ങുമില്ലാതെ എങ്ങനെയാണ് ശൂലം നിലകൊള്ളുന്നത്? ദേവിയുടെ അത്ഭുതം എന്നല്ലാതെ എന്തു പറയുവാൻ? അതുമാത്രമല്ല,
ഉറികളെല്ലാം വൃത്താകൃതിയിലാണ് തൂക്കിയിട്ടുള്ളത്. ഒറ്റ വെട്ടിന് അതെങ്ങനെയാണ് മുറിക്കുന്നത്? ഇത് മനസ്സിലാക്കിയ ഭട്ടി പറഞ്ഞു, ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം. ഊരിപ്പിടിച്ച വാളുമായി അങ്ങ് വൃക്ഷത്തിൽ കയറി ഒരു ഉറിയിൽ തൂങ്ങുക. എന്നിട്ട് വായുവിലൂടെ വൃത്താകൃതിയിൽ ചുറ്റി വരണം. ഉറികൾ ഒന്നിനൊന്ന് ചുറ്റിപ്പിണഞ്ഞ് ഒറ്റക്കയർ മാത്രമാകും. അപ്പോൾ ശക്തിയായി വെട്ടുക. അവ വീഴുമ്പോൾ അങ്ങ് തടാകത്തിലേക്ക് തലകീഴായി ചാടണം. ശിരസ് ശൂലത്തിൽ മുട്ടിക്കുകയും വേണം. തൻ്റെ സഹോദരനായ ഭട്ടിയുടെ ബുദ്ധിയെ വിക്രമാദിത്യൻ പ്രശംസിച്ചു. അമ്മേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിക്രമാദിത്യൻ വൃക്ഷത്തിൽ കയറി ഒരു ഉറിയിൽ തൂങ്ങി വായുവിൽ ചുറ്റിക്കറങ്ങി വന്നു. 7 ഉറികളും ഒറ്റക്കയറിൽ പിണഞ്ഞു. ഒറ്റ വെട്ടുകൊണ്ട് ഉറികളെ രാജാവ് വെട്ടിവീഴ്ത്തി. ശൂലാഗ്രത്തിൽ ശിരസ് മുട്ടിക്കുന്നതിന് മുൻപ് തന്നെ ദേവി വിക്രമാദിത്യൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി വിക്രമാദിത്യനെ ക്ഷേത്രാങ്കണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി വിനീതനായി നിന്നു. സംപ്രീതയായ ദേവി അരുളി ചെയ്തു, വത്സ, നിന്റെ ധീരതയെ ഞാനിതാ പ്രശംസിക്കുന്നു. മറ്റാരും ഇന്നേവരെ ചെയ്യാത്ത ഒരു കൃത്യമാണ് നീ അനുഷ്ഠിച്ചത്. ഭട്ടിയുടെ സഹായം നിനക്ക് ജീവിതത്തിൽ വിജയത്തിന് കാരണമായി തീരും. നിന്റെ ആവശ്യം എന്താണെന്ന് നീ പറഞ്ഞാലും. വിക്രമാദിത്യൻ പറഞ്ഞു, രാജ്യ തലസ്ഥാനം അവിടുത്തെ സന്നിധിക്കടുത്തു തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ രാജ്യശ്രേയസ്സിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അടിയന് ശക്തി നൽകിയാലും. ശരി, അങ്ങനെ തന്നെയാവട്ടെ. ദേവി വിക്രമാദിത്യനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷയായി. വിക്രമാദിത്യനും ഭട്ടിയും രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടി. അവർ ഗാഠനിദ്രയിൽ ലയിച്ചു. ഉറക്കത്തിൽ ഭക്തനായ ഭട്ടിയുടെ മുന്നിൽ ദേവി പ്രത്യക്ഷയായി ഇപ്രകാരം അരുളി ചെയ്തു, ഭക്ത, ആഗ്രഹങ്ങളെല്ലാം ഉടൻ തന്നെ നടക്കുന്നതാണ്. രാജധാനി നിർമ്മിക്കുവാനുള്ള ധനത്തിനും മറ്റും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. അടുത്ത് കാണുന്ന ശിവലിംഗ പ്രതിഷ്ഠയ്ക്കപ്പുറമുള്ള ശിലാഖണ്ഡത്തിനരികിൽ ഒരു നിധികുംഭം കിടപ്പുണ്ട്. അതെടുത്ത് ആവശ്യങ്ങളെല്ലാം നിറവേറ്റുക. നേരം പുലർന്നപ്പോൾ വിക്രമാദിത്യനും ഭട്ടിയും ആ ശില ഉയർത്തി നോക്കി. ദേവിയുടെ അരുളപ്പാട് പോലെ സ്വർണ്ണ നിക്ഷേപം കണ്ടു അത്ഭുത സ്തബ്ധരായി. പിന്നീട് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പ്രശസ്ത ശില്പികളുടെ മേൽനോട്ടത്തിൽ മനോഹരമായ ഒരു നഗരം അവിടെ നിർമ്മിക്കുവാൻ തുടങ്ങി. ഐശ്വര്യസമ്പൂർണമായ ആ നഗരിക്ക് ഉജ്ജയിനി എന്ന് നാമകരണം ചെയ്തു. അങ്ങനെ വിക്രമാദിത്യൻ പുതിയ രാജധാനിയിൽ പ്രവേശിച്ച് സ്ഥാനാരോഹണം നടത്തി. സാമന്ത രാജാക്കന്മാർ ചക്രവർത്തിയുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രജകൾ തങ്ങൾക്കു ലഭിച്ച പുണ്യമോർത്ത് സന്തുഷ്ടരായി ചക്രവർത്തിയെ പ്രകീർത്തിച്ചു. രാജ്യം ക്രമേണ ശ്രേയസ്സിൽ നിന്നും ശ്രേയസ്സിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു.